നമ്മുടെ MGM 023 ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ആണ് നോക്കുന്നത്. യൂണിറ്റ് 1, റേഡിയോ സൗണ്ട് മീഡിയം. റേഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. എന്താണ്, നമുക്ക് ഒരിക്കലും വിഷ്വലി കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൺലി ഹിയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഓഡിയോ മാത്രമാണ് ഒരു റേഡിയോയ്ക്കുള്ളത്. അത് തന്നെയാണ് റേഡിയോനെ എപ്പോഴും യുണീക്ക് ആക്കുന്നതും. അപ്പം അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്ത് തന്നെയാണ്, ആ ഒരു ഓഡിയോ തന്നെയാണ്. നമുക്കിനി ഇത് എന്താണ്, ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം റേഡിയോയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവല്യൂഷൻ ഓഫ് ദ റേഡിയോ നമ്മൾ ട്രേസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, ലിമിറ്റഡ് ആയിട്ട് മാത്രം ആൾക്കാർക്ക് അക്സസ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു മീഡിയം ആയിരുന്നു റേഡിയോ എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ മിലിറ്ററിയുടെ അകത്ത് അല്ലെങ്കിൽ ആർമിയിലൊക്കെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയിട്ട് മാത്രമാണ് റേഡിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം അതിന്റെ ഒരു പ്രോഗ്രഷൻ അറിയിപ്പിക്കാനും എന്തെങ്കിലും അപ്ഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ റേഡിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ഒരു ഗ്ലോബൽ മീഡിയം ആയിട്ട്, ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ആയിട്ട് എന്ത് ഇവോൾവ് ആയി വന്നു, റേഡിയോ ഇവോൾവ് ആയി വന്നു. അപ്പം ഒരു ഡെക്കേഡ്സ് കൊണ്ടല്ല, ഇറ്റ് ടേക്സ് ഒരു 10 അല്ലെങ്കിൽ 20 ഡെക്കേഡ്സ് എടുത്തുകൊണ്ടിട്ടാണ് ഒരു മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ ടൂളിൽ നിന്ന് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എലമെന്റ് ആയിട്ട് നമ്മുടെ റേഡിയോ ഇവോൾവ് ചെയ്ത് വന്നത്. അതുകൊണ്ട് തന്നെ റേഡിയോ ജേർണലിസം, അല്ലെങ്കിൽ ഒരു ജേർണലിസം ആസ്പെക്റ്റിൽ നിന്ന് റേഡിയോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റേഡിയോ എന്താണെന്നും അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്താണെന്നും അതിന്റെ എവല്യൂഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റേഡിയോ, അതിന്റെ വേവ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഫോമിൽ വന്നത്, ഇന്ത്യയിൽ ആദ്യത്തെ റേഡിയോ ഏതാണ്, അതിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. ഫസ്റ്റ് ടോപ്പിക് ഈസ് റേഡിയോ ടെക്നോളജി ആൻഡ് ഗ്രോത്ത്. റേഡിയോയുടെ ടെക്നോളജി എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നെറ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നത്, മെസ്സേജ് ചെയ്യുന്നത്. TV ആണെങ്കിൽ എങ്ങനെയാണ്, ബ്രോഡ്കാസ്റ്റിംഗ് എലമെന്റ് ആണ്. അപ്പൊ എന്താണ്, ഓൾറെഡി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഓരോന്നിനും എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി ഉണ്ടാവണം, അത് വർക്ക് ആവണമെങ്കിൽ. അതേപോലെ തന്നെ റേഡിയോ വർക്ക് ആവുന്ന വേവ്സിലൂടെയാണ് റേഡിയോ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വാസ് ആൻ വയർലെസ് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ ഒരു വയർലെസ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ എവിടെയെങ്കിലും പോയി റേഡിയോ കൊണ്ട് കുത്തി വെച്ചിട്ടാണോ കാണുന്നത്? അല്ല, ഇറ്റ് വാസ് എ വയർലെസ് ട്രാൻസ്മിഷൻ ആണ്. എന്ത്, റേഡിയോ വേവ്സിലൂടെയാണ് ഓരോ റേഡിയോയും വർക്ക് ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റും, റേഡിയോ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇൻഫോർമേഷൻ, ന്യൂസിന് വേണ്ടിയിട്ട്, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോരോ പ്രോഗ്രാംസും ഇവന്റുകളും ഒക്കെ നമ്മൾ റേഡിയോയിലൂടെ കാണാൻ പറ്റും, ഓരോ ടാർഗറ്റഡ് ഓഡിയൻസിനെ മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ പ്രോസസ്സിലൂടെ തന്നെ ഒരു മീഡിയം, ഇൻഫോർമേഷനും എന്റർടൈൻമെന്റിനും മെസ്സേജിനും ഒക്കെ ഉള്ളൊരു മീഡിയം ആയിട്ടാണ് നമ്മൾ റേഡിയോ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കപ്പെടുന്നത്. റേഡിയോയുടെ ഇൻവെൻഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട എന്ത് തന്നെയാണ്, നമ്മുടെ റേഡിയോ ആര് കണ്ടുപിടിച്ചു? ആരോട് ചോദിച്ചാലും പറയും, ആരാണ് കണ്ടുപിടിച്ച റേഡിയോ? മാർക്കോണിയാണ് റേഡിയോയുടെ ഇൻവെൻഷൻ വന്നത്. പിന്നീട് ഒരുപാട് കോൺട്രിബ്യൂഷൻ, ഈവൻ തോ നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള ഫിസിക്സ്റ്റ് ആയിട്ടുള്ള ജഗദീഷ് ചന്ദ്രബോസ് ഒക്കെ പിന്നെ ഒരുപാട് കോൺട്രിബ്യൂഷനിലേക്ക് കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലി നോക്കുവാണെങ്കിൽ റേഡിയോ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു. അതായത് വേൾഡ് വാർ ഫസ്റ്റിന്റെ സമയത്തും അല്ലെങ്കിൽ രണ്ട് വേൾഡ് വാറിന്റെ സമയത്തും മിലിറ്ററിക്ക് അകത്തുള്ള കമ്മ്യൂണിക്കേഷൻസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ടൂൾ ആയിട്ടാണ് പണ്ട് കാലങ്ങളിൽ റേഡിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വേൾഡ് വാറിന്റെ സെക്കൻഡിന് ശേഷമാണ് ഇതൊരു പവർഫുൾ മീഡിയം ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നത്. ഇന്ത്യയിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ രീതിയിൽ ഇത് വർക്ക് ആവൂ എന്ന രീതിയിലുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1923 ത്രൂ ദ റേഡിയോ ക്ലബ്സ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ്. ബോംബെയിലും മദ്രാസിലും, അത് നോർത്തും സൗത്തും അല്ലെ, രണ്ട് എക്സ്ട്രീംസ് ആണ്, മുകളിലും താഴെയുമായിട്ടാണ് ഇന്ത്യയിൽ കിടക്കുന്ന ബോംബെ ആൻഡ് മദ്രാസ്. ഈ രണ്ടിടത്തും 1923 രണ്ട് വേൾഡ് വാറുകൾക്കും ശേഷമാണ് എന്തുണ്ടാക്കുന്നത്, റേഡിയോയുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാകുന്നത്. റെഗുലർ ആയിട്ട് പിന്നീട് എന്നും ഇതൊരു സക്സസ് റേറ്റിലേക്ക് പോവുകയും പിന്നീട് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരാൻ തുടങ്ങിയത് 23 ജൂലൈ 1927 തൊട്ടാണ്. ആദ്യമായിട്ടുള്ള ഓൾ ഇന്ത്യ റേഡിയോ 1927 ഇന്ത്യയിൽ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഇൻ ബോംബെ. ബോംബെയിൽ ലോർഡ് ഐവൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഗവർണർ, ബ്രിട്ടീഷ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് ഐർവിൻ ആണ് അന്നത്തെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് 1927 23 ജൂലൈ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ ഇന്ത്യയിൽ ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം 1930 ആയപ്പോഴത്തേക്ക് ഒരുപാട് അതിന് ഇഷ്യൂസും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരികയും അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് 1930. പിന്നീട് ആ ഒരു നമ്മുടെ ഓൾ ഇന്ത്യ സ്റ്റേഷൻ ഗവൺമെന്റ് ടേക്ക് ഓൺ ചെയ്യുകയും അതിനെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് നെയിം ചെയ്യുകയും ചെയ്തു. 1927 എന്താണ് ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ എന്നായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് കവർ ചെയ്ത് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് നെയിം ചെയ്യുകയും 1930 ക്ലോസ് ചെയ്ത് 1936 ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് റീനെയിം ചെയ്യപ്പെട്ടു. വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? മിലിറ്ററി കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമല്ല, പകരം പല രാജ്യങ്ങളുടെയും പ്രൊപ്പഗൻഡാസിനെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ടൂളുമായിട്ടും കൂടിയാണ് റേഡിയോ അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇനി ഇന്ത്യയിലേക്ക് നോക്കുവാണെങ്കിൽ ആസാദ് ഹിന്ദ് റേഡിയോ എന്ന് പറയുന്നത്, ആസാദ് ഹിന്ദ് റേഡിയോ വിച്ച് വാസ് ലെഡ് ബൈ സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതൊരു കോൺഗ്രസ് ഓറിയന്റഡ് ഒരു റേഡിയോ ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, വേൾഡ് വാർ സെക്കൻഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് പല രാജ്യങ്ങളും അവരെ പ്രൊപ്പഗൻഡാസിനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ടൂളായിട്ടാണ് റേഡിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ വന്ന ഇന്ത്യയിലെ ആസാദ് ഹിന്ദ് റേഡിയോ എന്ന് പറയുന്നതിന്റെ അതിന്റെ കോൺഗ്രസ് ഐഡിയോളജികളും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് കൂടിയാണ് ആ റേഡിയോ ഉപയോഗിച്ചിരുന്നത്. ആ ഒരു സമയത്ത് ഇൻഡിപെൻഡന്റ് സമയത്ത് ഇന്ത്യയിൽ മൊത്തം 6 റേഡിയോ സ്റ്റേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് 3 റേഡിയോ സ്റ്റേഷനുകളും ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമാണ്, ബാക്കി 3 ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ന് ഒരുപാട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ഗ്രോത്തിലേക്ക് എത്തുകയും ഓൾമോസ്റ്റ് 27 ഫുള്ളി ഫ്ലെഡ്ജ്ഡ് സ്റ്റേഷൻസ് ആണ് ഇന്ന് രാജ്യത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് 6 തുടങ്ങിയെങ്കിൽ ഇന്ന് അത് 227 ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള സ്റ്റേഷൻസ് നമുക്കിന്ന്. ഇനി 2 തരത്തിലുള്ള റേഡിയോസ് ആണുള്ളത്, അനലോഗ് റേഡിയോ ആൻഡ് ഡിജിറ്റൽ റേഡിയോ. മോസ്റ്റ്ലി നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്ന അനലോഗ് റേഡിയോ ആണ്. ഡിജിറ്റൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, നമ്മൾ അതിനെ ഉപയോഗിക്കാറുമില്ല. അനലോഗ് റേഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന 3 ഫ്രീക്വൻസി ബാൻഡിലൂടെയാണ്. 3 ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറയുമ്പോൾ മീഡിയ വേവ്, ഷോർട്ട് വേവ് ആൻഡ് വെരി ഹൈ ഫ്രീക്വൻസി വേവ്. ഈ 3 വേവിലൂടെയാണ് നമ്മുടെ അനലോഗ് റേഡിയോ വർക്ക് ചെയ്യുന്നത്. മീഡിയം വേവും ഷോർട്ട് വേവുമിലൂടെ ആംപ്ലിറ്റ്യൂഡ് മോഡിഫിക്കേഷൻ നടക്കും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് മീഡിയം വേവും ഷോർട്ട് വേവും ഉപയോഗിച്ചിട്ടായിരിക്കും. അതേ സമയത്ത് ഫ്രീക്വൻസി മോഡുലേഷൻസ് സംഭവിക്കുന്ന ആരുടെ ആയിരിക്കും? വെരി ഹൈ ഫ്രീക്വൻസിലൂടെയാണ്. ഓക്കെ, നിങ്ങൾ ഇത് എന്താണ് അങ്ങനെ ഹൈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. ഇനി ഷോർട്ട് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം അത് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നത് ലൈറ്റിന് അത്രയും സ്പീഡ് ഉണ്ടെന്ന് പറയാറില്ലേ ഫിസിക്സിൽ, അതുപോലെ തന്നെ ഇവിടെ ഷോർട്ട് വേവിന് ഒരുപാട് ലോങ്ങർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെതർ അഡ്വേഴ്സ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ്, മഴ പെയ്യാനോ അല്ലെങ്കിൽ ഇടിവെട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഇഷ്യൂ അറ്റ്മോസ്ഫിയറിൽ സംഭവിക്കുകയാണെങ്കിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? സിഗ്നൽ ലോസ് ആയി പോകും ഷോർട്ട് വേവിന്. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് പോകാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള പെട്ടെന്നുള്ള അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് വരുവാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ആ വേവ് ഡിസ്കണക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയം വേവ് ആണ് പ്രധാനമായിട്ട് മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത്. റേഡിയോ സ്റ്റേഷൻസ് മീഡിയം വേവ് ആണ്. കാരണം ഇതിന് ഷോർട്ട് വേവ് വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം സ്പീഡ് ഇല്ലെങ്കിൽ പോലും പലവിധ അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസും ജോഗ്രഫിക്കൽ ബാരിയേഴ്സും ഒക്കെ വരുന്ന സമയത്ത് ഡിസ്റ്റോർഷൻസ് ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഹൈലി റിലേ ചെയ്തിരിക്കുന്നത് മീഡിയം വേവിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ 99% ഓഫ് ദ പോപ്പുലേഷനെ നമുക്കത് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. 135 മീഡിയം വേവും 48 ഷോർട്ട് വേവ് ട്രാൻസ്മിറ്റേഴ്സുമാണ് നമുക്കിന്ന്. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷേ ലിമിറ്റഡ് റേഞ്ചിൽ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷെ ഡിസ്റ്റോർഷൻ ഭയങ്കര മിനിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എഫ്എമ്മുകളെല്ലാം തന്നെ ഇപ്പം എന്ത് ചെയ്യാറുണ്ട്? 2 FM, അതാണ് FM റേഡിയോ എന്ന് നമ്മൾ പറയാനുള്ള കാര്യം. ഇതിന് നല്ലപോലെയുള്ള മിനിമം ഡിസ്റ്റോർഷൻ ആണ്, ഹയർ ക്വാളിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രൈവറ്റ് ആയിട്ടുള്ള റേഡിയോകളെല്ലാം തന്നെ എഫ്എമ്മുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, ഫ്രീക്വൻസി വേവുകൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, നമ്മളിപ്പം FM റേഡിയോസ് ആണ് നമുക്കുള്ള എല്ലാ ഇതും. ഇപ്പൊ മാൻകോ ആണെങ്കിലും അങ്ങനെയുള്ള ഏറ്റവും ആർജേസും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേമിൽ നിൽക്കുന്ന എല്ലാ റേഡിയോകളും നമ്മളിപ്പോ ഏതാണ്? FM തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഡിജിറ്റൽ റേഡിയോ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അത് യൂറോപ്പിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. 1980s കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ ചാനൽ, ഒരു സിംഗിൾ ബാൻഡ് വിഡ്ത്ത്, മറ്റേടത്ത് നോക്കുമ്പോൾ 3 ബാൻഡ് വിഡ്ത്ത് നമ്മൾ പഠിച്ചു. സിംഗിൾ ഷോർട്ട് വേവും മീഡിയം വേവും ഫ്രീക്വൻസി വേവും ഉണ്ട്. ഇത് 3 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുമ്പം ഒരേ ഒരു ബാൻഡ് വിഡ്ത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്പെക്ട്രം എഫിഷ്യൻസിയും സൗണ്ട് ക്വാളിറ്റിയും എൻഹാൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള യൂസേജ് ആണ് ഇവിടെ വരുന്നത്.
ആദ്യത്തെ DAB അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആദ്യത്തെ ലോഞ്ച് ചെയ്യുന്ന നോർവേയിലാണ്, വിച്ച് വാസ് ഫ്രം, പിന്നീട് അത് BBC-യും സ്വീഡനും ഒക്കെ തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 2018 വരെ 41 രാജ്യങ്ങളിൽ ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അധികം ഇത് ഫോക്കസ് ചെയ്ത് പോകുന്നില്ല, ബിക്കോസ് നമ്മൾ ഇപ്പോഴും സ്റ്റിൽ അനലോഗ് തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഡിജിറ്റൽ റേഡിയോ ആകുമ്പോൾ അതിന് ഡിസ്പ്ലേ വരുന്നുണ്ട്, കാരണം നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ഒക്കെയാണ് വരുന്നത്. ഇനി മറ്റൊരു നോക്കുമ്പോൾ ഡിജിറ്റൽ റേഡിയോ മോണ്ടിയൽ എന്ന് പറയുന്നത് ഇതിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെന്റ് ഡിജിറ്റൽ റേഡിയോ മോണ്ടിയലാണ്. ഓരോ ഡിജിറ്റൽ മോഡിയലിനെയും മാനേജ് ചെയ്യുന്ന DRM കൺസോർട്ടിയം ആയിരിക്കും. ഇതിനകത്ത് ഒരുപാട് ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, മാനുഫാക്ചേഴ്സ് ഉണ്ടായിരിക്കും, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇതിനെയൊക്കെ കംപ്രൈസ് ചെയ്തുകൊണ്ട് ഒരു DRM കൺസോർട്ടിയം ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമുക്കൊരു വേവ് ന്യൂസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്കകത്തും ഒരു DRM മോഡൽ എന്നുണ്ട്. അതിൽ നമ്മൾ ട്രാൻസ്മിറ്റിംഗ് മീഡിയം വേവും ഷോർട്ട് വേവ് ബ്രോഡ്കാസ്റ്റുകളും കൂടെ അലൈൻ ചെയ്തുകൊണ്ട് ഗ്ലോബൽ അഡ്വാൻസ്മെന്റ്സിനൊക്കെ വേണ്ടി നമുക്ക് ഇന്ന് ഒരു DRM മോഡൽ നമുക്ക് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ഡിജിറ്റൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് അസോസിയേഷൻ അവർക്കുണ്ട്. അവർക്കൊരു നമ്മളിപ്പോ പറയുന്നുണ്ട്, നമ്മളിപ്പോ TV ചാനൽ എടുക്കാം, അപ്പോൾ ന്യൂസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പല സോഴ്സസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഡിജിറ്റൽ റേഡിയോ വരുമ്പോഴത്തേക്ക് അവർക്കൊരു കൺസോർട്ടിയം ഉണ്ടായിരിക്കും. ആ കൺസോർട്ടിയത്തിനകത്ത് ഒരുപാട് ബ്രോഡ്കാസ്റ്റേഴ്സും മാനുഫാക്ചറേഴ്സും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ നിന്നായിരിക്കും കണക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയോ? റേഡിയോയുടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? എല്ലാ മീഡിയം, ഇപ്പൊ റേഡിയോ ആണെങ്കിലും TV ആണെങ്കിലും പ്രിന്റ് ആണെങ്കിലും ഏതൊരു മീഡിയം എടുക്കുവാണെങ്കിലും അതിൻ്റെതെല്ലാം തന്നെ എന്തായിരിക്കും, ഒരു യുണീക്ക് ആയിട്ടുള്ള അതിന് മാത്രമുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റേഡിയോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ മേജർ ആയിട്ട് എന്താണ്, ഒന്ന് ഓഡിയോ മീഡിയം ഉണ്ട്, റേഡിയോ is an intimate medium, literacy is not a barrier, blind medium versus theatre of the mind. ഈ 4 എണ്ണമാണ് റേഡിയോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ ഓഡിയോ മീഡിയം. ഓഡിയോ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്താണ്, ഓഡിബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഓഡിയോ ജനറേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് അല്ലെ. അപ്പൊ ഒരു ഹിയറിംഗ് സെൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മൾ പല ആൾക്കാരും പാട്ട് കേട്ടുകൊണ്ടാണ് പല ജോലികളും ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് ന്യൂസ് കേൾക്കാം, വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്കിപ്പോ റേഡിയോ ഇട്ടാം, അല്ലെങ്കിൽ കുക്ക് ചെയ്യാം, ഡാൻസ് ചെയ്യാം. അപ്പം പല കാര്യങ്ങളുടെ ഇടയിൽ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പൊക്കോളും. അതൊരു ബെനിഫിറ്റ് ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് മ്യൂസിക് ഉണ്ട്, വോയിസ് എഫക്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഇന്റിമേറ്റ് മീഡിയം ആണ്. ഇപ്പൊ ഓരോ റേഡിയോയ്ക്കകത്തും എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും. ഓഡിയോ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഓഡിയൻസുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ ഒരു ഡീപ്പർ ഇന്റിമസിയും ഈ കമ്പാനിയൻഷിപ്പും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ലിസണേഴ്സ് ഒക്കെ തന്നെ ഓരോ ഇവന്റും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമും റേഡിയോയിലൂടെ കേൾക്കുന്നത് തന്നെ ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റേഡിയോയിലെ പല നോട്ടബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്. ഇപ്പൊ ദേവികി നന്ദൻ പാണ്ഡേനെയൊക്കെ തന്നെ മിക്ക ആൾക്കാരും മറന്നു പോകത്തില്ല അല്ലെ. ഈ ഒരു ക്ലോസ് ബോണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ലിസണേഴ്സിനെയൊക്കെ തന്നെ ഒരു ഇപ്പൊ തുടങ്ങുന്ന ഓ മൈ ഡിയർ ലിസണേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻസ് ഓഫ് ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, റേഡിയോയ്ക്ക് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററസി ഇസ് നോട്ട് എ ബാരിയർ. റേഡിയോ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മീഡിയമാണ്. അതായത് വായിക്കാൻ അറിയാത്ത ആൾക്കാർക്കും എഴുതാൻ അറിയാത്ത ആൾക്കാർക്കും ഒക്കെ തന്നെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മീഡിയമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും എന്ത് സംഭവിക്കുന്നില്ല, ഇതൊരു ബാരിയർ ആവുന്നില്ല. അപ്പം പഠിക്കാത്ത ആൾക്കാർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലൈൻഡ് മീഡിയം വേഴ്സസ് തിയേറ്റർ ഓഫ് ദ മൈൻഡ്. ഓൾദോ റേഡിയോയിൽ എന്തില്ല, വിഷ്വൽ എലമെന്റ്സ് ഇല്ല, അതുകൊണ്ടാണ് തന്നെ ബ്ലൈൻഡ് മീഡിയം എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. പക്ഷെ ഈ ഒരു ലിമിറ്റേഷൻ തന്നെയാണ് ഓരോ റേഡിയോയുടെയും ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് അല്ലെ. ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ലിസണേഴ്സിനെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കാനും ഒക്കെ തന്നെ നമുക്കിപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ ഇപ്പൊ ചില സമയത്ത് സ്റ്റോറി ടെല്ലിംഗ് സെക്ഷൻസ് വരാറുണ്ട്. അപ്പൊ എന്താണ്, നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ആങ്കറിനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം ഒരു തിയേറ്റർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നതിന് കാരണം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിസണേഴ്സിന്റെ ഇമാജിനേഷനെയൊക്കെ തന്നെ ഹൈറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് കൊണ്ട് കൂടിയാണ് ഇതിനൊരു ഹോട്ട് മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മെന്റൽ ഇൻവോൾവ്മെന്റ് അവിടെ വരുന്നുണ്ട്, പേഴ്സണൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, നമ്മുടെ മൈൻഡും ബ്രെയിനും ഒക്കെ വർക്ക് ആവുകയാണ്. നമ്മളൊരു വെറുതെ ഇരുന്ന് ഒരു സിനിമ കാണുന്ന പോലെ അല്ല,
നമ്മൾ ചിന്തിച്ച് ആലോചിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഒരു ബ്ലൈൻഡ് മീഡിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിയേറ്റർ ഓഫ് ദ മൈൻഡ് ആണ്, ഹോട്ട് മീഡിയം ആണ് ആര് റേഡിയോ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് റേഡിയോ? ഒരു സൗണ്ട് ബേസ്ഡ് മീഡിയം ആയതുകൊണ്ട് തന്നെ അതിനെ കണക്ട് ചെയ്യാനും ആ സൗണ്ടിനെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കാനും ഒരു റീഡർ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ തന്നെ നമുക്ക് എന്ത് വേണം? കുറച്ച് സൗണ്ട് എഫക്ട്സ് ഒക്കെ വേണം, ഒരു റിയലിസ്റ്റിക് ആക്കണം അല്ലെ? മേജർ ആയിട്ട് വോയിസ്, നമ്മുടെ തന്നെ വോയിസ്, പ്രസന്റ് ചെയ്യുന്ന ആളുടെ വോയിസ്. രണ്ടാമത്തെ മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് ആൻഡ് പോസ്. വെറുതെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സ്നേഹം തോന്നും ഇല്ല. പോസ് ചെയ്യേണ്ടത് നമ്മൾ പോസ് ചെയ്യണം, ആവശ്യമുള്ളത്തേക്ക് സൗണ്ട് എഫക്ട്സ് കൊടുക്കണം, വോയിസ് കൊടുക്കണം. ഫസ്റ്റ് വൺ ഈസ് വോയിസ്, അതായത് ഹ്യൂമൻ വോയിസ്. ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്ന വോയിസ് ആണ്. ആ വോയിസിലൂടെ നമുക്ക് ഒരിക്കലും റൂഡ് ആവാൻ പാടില്ല. ഒരു സൂത്തിങ് ആയിട്ട് ഓഡിയൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വോയിസ് ആയിരിക്കണം. മാത്രമല്ല ന്യൂസ് റീഡർ ആയിക്കോട്ടെ, RJ ആയിക്കോട്ടെ, ഓരോ പ്രസന്റേഷനും ആ പ്രസന്റേഷന് കോണ്ടന്റിന് അനിവാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടോൺ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി റേഡിയോ ഡ്രാമാസ് ഒക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനും ലൈഫ് കൊടുത്തുകൊണ്ട് ആ റിയലിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കണം കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് മ്യൂസിക്. മ്യൂസിക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുക അല്ലെ? അപ്പൊ നമ്മളിപ്പം ഒരു മോർണിംഗ് രാവിലത്തെ ന്യൂസ് ആണ്. അപ്പം കിളികളുടെ ചിർപ്പിംഗ് സൗണ്ട് ഒക്കെ ഇടുക, അല്ലെങ്കിൽ കോഴി കൂവുന്ന സൗണ്ട് ഒക്കെ ഇടുമ്പോഴത്തേക്ക് എന്താണ് കുറച്ചുകൂടെ റിയലിസ്റ്റിക്കൽ എഫക്റ്റീവ് ഫീൽ ചെയ്യും. അപ്പം സാഹചര്യം അടിസ്ഥാനമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഇന്റർലൂഡുകളും സെൻസേഷണൽ മ്യൂസിക്കുകളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഈസ് സൗണ്ട് എഫക്ട്സ്. സൗണ്ട് എഫക്ട്സ് മ്യൂസിക്കുമായിട്ട് അലൈൻഡ് ആണല്ലേ? നമ്മളിപ്പോ VFX ഒക്കെ പറയുന്ന പോലെ തന്നെ കുറച്ചൊരു ഡൈനാമിക് ആയിട്ടുള്ള, ഇമേഴ്സീവ് ആയിട്ടുള്ള, നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് എഫക്ട്സ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോസ്, എവിടെയാണോ നമുക്ക് പോസ് ചെയ്യേണ്ടത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള പോസ് കൊടുത്ത് അതൊരു ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു പോവാതെ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ആയിട്ട് കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ. ഇപ്പം റേഡിയോ ഡ്രാമാസ് ഒക്കെ വരുമ്പോൾ ഇതിന്റെ ടെൻഷനും സസ്പെൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസ് കൊടുക്കാൻ പറ്റും അല്ലെ? അങ്ങനെ വേണം നമ്മൾ കൊടുക്കാൻ. അപ്പൊ മേജർ ആയിട്ട് 4 എലമെന്റ്സ് ഏതൊക്കെയാണ്? വോയിസ്, മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് ആൻഡ് പോസ്. ഇനി അടുത്ത ഒരു ക്രൂഷ്യൽ പാർട്ടാണ് ഓഡിയൻസ് അല്ലെ? എല്ലാവരും എന്തൊക്കെ ഉണ്ടെങ്കിലും അത് കാണാനും കൂടെ ആൾക്കാർ വേണം അല്ലെ? അപ്പം ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കോർ എലമെന്റ് കൂടിയാണ് എന്ത് റേഡിയോ പ്രോഗ്രാം എന്ന് പറയുന്നത്. പല വിഭാഗക്കാരും, പല ഏജ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പല ആൾക്കാർ ഇത് കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എല്ലാ ഓഡിയൻസിനെയും, അതായത് ഒരു നാട്ടിലുള്ള എല്ലാവർക്കും കൂടെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള ഈ പ്രോഗ്രാം കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു കർഷകർക്ക് മാത്രമുള്ള പ്രോഗ്രാം ആണ്, അത് അവർക്ക് മാത്രം കൺവേ ആവുള്ളൂ, ബാക്കി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവരെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ എന്താണ് ഫീഡ്ബാക്കുകൾ ഇതാക്കുക. പിന്നെ റേഡിയോ പ്ലൂരാലിറ്റിയും ഇൻക്ലൂസിവിറ്റിയും വേണം. വോയിസ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോയിസ് കൊടുക്കാൻ പറ്റണം. ആരെയും മാറ്റി നിർത്തപ്പെടാതെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും കഥകളും കവിതകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കണം വരേണ്ടത്. ഈവൻ ഇതിന്റെ ഒരു ഓഡിയൻസിന്റെ ഇമ്പാക്ടിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഓൾ ഇന്ത്യ റേഡിയോ 1946 ഓഡിയൻസ് റിസർച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ഓഡിയൻസിന്റെ ഡെമോഗ്രാഫിക്സും അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ, നീഡ്സ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് റിസർച്ച് യൂണിറ്റ് തന്നെ ഓൾ ഇന്ത്യ റേഡിയോ ഇത് 1946 ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി റേഡിയോ ഓഡിയൻസ് പലതരത്തിലുള്ള ആൾക്കാരാണല്ലേ. ചിലർ എന്താണ് ലിസണിങ് ഹാബിറ്റ്സ് വെച്ചിട്ടുള്ളവരുണ്ട്, ചില ഒക്കുപേഷൻ വെച്ചിട്ട്, ജെൻഡർ, ഏജ്, അങ്ങനെ പല രീതികളാണ് ഒരു ഓഡിയൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പൊ ലിസണിങ് ഹാബിറ്റ്സ് നോക്കുകയാണെങ്കിൽ രാവിലെ ന്യൂസ് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും കുക്ക് ചെയ്തുകൊണ്ട്, ചിലർ ഡ്രൈവ് ചെയ്തുകൊണ്ടായിരിക്കും കേൾക്കുന്നത്, ചില ലേറ്റ് നൈറ്റ് ആയിട്ട് ന്യൂസ് കേൾക്കുന്നവരുണ്ടാവും, ചില ഹാബിച്വൽ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണുന്നവരും ഉണ്ടാവും. ഇനി ഡെമോഗ്രാഫിക് സെഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അപ്പൊ ഒന്നാമത്തെ ലിസണിങ് ഹാബിറ്റ്സ് വെച്ചുള്ളവര്, രണ്ടാമത്തെ ഡെമോഗ്രാഫിക് സെഗ്മെന്റ്സ്, അവിടെ എന്താണ് ഓരോ ആൾക്കാർക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇപ്പൊ കുട്ടികൾക്കുള്ള ഇവന്റ്സ്, അപ്പൊ കുട്ടികൾ മാത്രമായിരിക്കും അത് കേൾക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രമുള്ള രീതിയിലുള്ള സംസാരമാവണം, സ്ക്രിപ്റ്റ് ആവണം, രീതികളാവണം. ചിലത് സീനിയർ സിറ്റിസൺസിന് മാത്രമുണ്ട്, അപ്പൊ അവർക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ്. പിന്നെ പ്രൊഫഷണൽ സെഗ്മെന്റ്സ്, അതായത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളത്, വർക്കേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാമേഴ്സിന് വേണ്ടി. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടി മാത്രം പ്രോഗ്രാംസ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഏതാണോ ടാർഗറ്റഡ് ഓഡിയൻസ് അവരുടെ ഡിമാൻഡ്സിനെയും കൂടെ മീറ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരിക്കലും എല്ലാവർക്കും അപ്പീൽ ആവുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആരാണോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അവരെ നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് അവരെ മൈൻഡിൽ നമ്മൾ വെച്ചുകൊണ്ടായിരിക്കണം സ്ക്രിപ്റ്റ് എഴുതേണ്ടതും സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യേണ്ടതും കണ്ടന്റ് ഡെലിവറി ചെയ്യും വേണം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇതിനകത്ത് മേജറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് റേഡിയോ ആസ് എ സൗണ്ട് മീഡിയം എങ്ങനെയാണ്,
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയോ, എലമെന്റ്സ് ഓഫ് റേഡിയോ, എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Till then, bye. Thank you.